ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും രാവിലെ എണീറ്റയുടൻ പല്ല് തേക്കാനായി എടുക്കാറുള്ള ടൂത്ത് പേസ്റ്റ് എന്നെങ്കിലും തിരിച്ചു നോക്കി അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ നിത്യവും ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിനകത്തുള്ള ഇൻഗ്രീഡിയൻസിൽ പലതിനും അഡ്വേഴ്സ് ഹെൽത്ത് എഫക്ട്സ്, പ്രധാനമായും കാർസിനോജനിക് എഫക്റ്റ്, അതായത് ട്യൂമർ ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? മിക്ക ടൂത്ത് പേസ്റ്റിനകത്തുമുള്ള ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ആക്ഷനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ട്രൈക്ലോസാൻ. ഈ ട്രൈക്ലോസാൻ ഹാൻഡ് സോപ്സിലും ബോഡി വാഷസിലും ഉപയോഗിക്കുന്നത് പലയിടങ്ങളിലും ഓൾറെഡി ബാൻ ചെയ്തൊരു കെമിക്കലാണ്. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം ബോഡിയിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യുന്നതിനും കാരണമാകുന്നുണ്ടെന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇതൊരു തൈറോയ്ഡ് ഹോർമോൺ ഡിസ്ട്രപ്റ്റർ ആണ്, അതായത് തൈറോയ്ഡ് ഹോർമോൺസ് കുറയുന്നതിന് കാരണമാകുന്നു. മാത്രമല്ല ഇതിൻ്റെ ഉപയോഗം വൻകുടലിലെ ക്യാൻസറിനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം അഥവാ ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെയും ഹോർമോൺസിൻ്റെ ഉത്പാദനത്തെയും ഇത് തകരാറിലാക്കാനും കാരണമാകാം. ഇനി ഈ ടൂത്ത് പേസ്റ്റിന് സ്വീറ്റ് ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, സോർബിറ്റോള്, സാക്കറീൻ, സൈലിറ്റോൾ തുടങ്ങിയ കോമ്പൗണ്ട്സ് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇതിലെ സാക്കറീന് മൂത്രാശയ അർബുദം, ബ്രെയിൻ ട്യൂമർ, ലിംഫോമ തുടങ്ങിയവയ്ക്കുള്ള റിസ്ക് വർദ്ധിപ്പിക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ടൂത്ത് പേസ്റ്റ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിക്വിഡ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ സോർബിറ്റോളിന് ഒരു ലക്സേറ്റീവ് ഇഫക്റ്റ് ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ അറിയാതെ ഇത് വിഴുങ്ങുന്നത് വഴി വയറിന് അസ്വസ്ഥത ഉണ്ടാക്കാൻ സാധ്യതയുമുണ്ട്. ടൂത്ത് പേസ്റ്റുകളിൽ ഉപയോഗിക്കാറുള്ള മറ്റൊരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറായ ആസ്പാർട്ടേമിനും കാർസിനോജനിക് പ്രോപ്പർട്ടി ഉണ്ട്. ഇത് ഉള്ളിലേക്ക് പോകുന്നത് വഴി മെഥനോളായി ബ്രേക്ക് ഡൗൺ ആവുകയും ഇത് പിന്നീട് ഫോർമാൽഡിഹൈഡായി കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ഈ ഫോർമാൽഡിഹൈഡ് മൈഗ്രെയിൻ, ക്ഷീണം, തലകറക്കം, ഓർമ്മക്കുറവ്, ഗ്യാസ് ട്രബിൾ തുടങ്ങി ബ്രെയിൻ ട്യൂമർ വരെയുള്ള രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. ആസ്പാർട്ടൈം കൊടുത്ത് എലികളിൽ നടത്തിയ സ്റ്റഡീസിൽ ഹൈ ഇൻസിഡൻസ് ഓഫ് ബ്രെയിൻ ട്യൂമർ കണ്ടെത്തിയിട്ടുണ്ട്. തിക്കനിങ് ഏജൻ്റായി ഉപയോഗിക്കുന്നത് കെരാജിനൻ എന്ന ഒരു കെമിക്കലാണ്. അനിമൽ സ്റ്റഡീസ് വഴി ഇതിന് ഇൻറ്റസ്റ്റൈനൽ ഇൻഫ്ലമേറ്ററി ഇഫക്റ്റ് ഉള്ളതായിട്ട് അറിയാം. കൂടാതെ ഇതൊരു നോൺ കാർസിനോജൻ കൂടിയാണ്. ഇത് സ്കിന്നിൽ ആക്നെ, ഇൻറ്റസ്റ്റൈനൽ ഇഷ്യൂസ്, അൾസർ, ക്യാൻസർ എന്നിവയ്ക്കെല്ലാം കാരണമാകുന്നു. ഇനി ഫോമിംഗ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്ന DEA അഥവാ ഡൈ എത്തനോളമീൻ, ഇത് കോസ്മെറ്റിക് പ്രൊഡക്ട്സിലൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു കെമിക്കലാണ്. ഇതൊരു ഹ്യൂമൻ റെസ്പിറേറ്ററി ടോക്സിൻ മാത്രമല്ല, ഒരു കാർസിനോജൻ കൂടിയാണ്. ഇതിൻ്റെ കാർസിനോജനിക് എഫക്റ്റ് കാരണം കാനഡയിലൊക്കെ കോസ്മെറ്റിക്സിൽ ഇതിൻ്റെ യൂസ് ബാൻ ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഫ്ലൂറൈഡ്സിൻ്റെ കാര്യം, അധികമായിട്ട് ശരീരത്തിലെത്തുന്ന ഫ്ലൂറൈഡ്സ് അക്യൂട്ട് ടോക്സിസിറ്റിക്കും ഫ്ലൂറൈഡ് പോയ്സണിങ്ങിനും കാരണമാകുന്നു. ടൂത്ത് പേസ്റ്റിനെ ഫ്രഷറാക്കി വയ്ക്കാനും അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ് പാരബൻ, ഇത് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, ടൂത്ത് പേസ്റ്റിൽ മാത്രമല്ല, ഓറൽ ബി ഗ്ലൈഡ് ഫ്ലോസ് ക്ലീനർ ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത് വഴി ഹൈ ലെവൽ ഓഫ് പെർഫ്ലൂറോ ഹെക്സെയിൻ സൾഫോണിക് ആസിഡുമായിട്ട് എക്സ്പോഷർ വരുന്നു. ഈ കെമിക്കൽ ലിവർ ഡാമേജിനും എൻവയോൺമെൻറ്റൽ ഡാമേജിനും ക്യാൻസറിനും എല്ലാം കാരണക്കാരനാകാം. മറ്റൊരു ഫോമിംഗ് ഏജൻ്റ് ആയിട്ടുള്ള പ്രൊപ്പിലീൻ ഗ്ലൈക്കോൾ ഇത് വെച്ച് നടത്തിയിട്ടുള്ള ആനിമൽ സ്റ്റഡീസ് പറയുന്നത് ഇതിനൊരു ലോങ് ടേം ടോക്സിക് എഫക്റ്റ് ഉണ്ടെന്നാണ്. SLS എന്നറിയപ്പെടുന്ന സോഡിയം ലോറൈൽ സൾഫേറ്റ് ഇതൊരു പോപ്പുലർ ഇൻസെക്ടിസൈഡാണ്. സോ ഒബ്വിയസ്ലി ഇത് വായ്ക്കകത്ത് ഉപയോഗിക്കുമ്പോൾ മൈക്രോബ്സിനെ കിൽ ചെയ്യുന്നു. കൂടാതെ ഫുഡ് സ്റ്റെയിൻസിനെയും റിമൂവ് ചെയ്യുന്നു. കൂടാതെ ഇതിന് വായ്ക്കകത്തെ മെംബ്രെയിൻസിനെ പെനിട്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ വായിൽ മൈക്രോസ്കോപ്പിക് ടിയേഴ്സ് രൂപപ്പെടുകയും ചെയ്യും. അത് പിന്നീട് സോഫ്റ്റ് ടിഷ്യൂ അൾസറേഷൻസ് ആവാം, ഇറിറ്റേഷൻസും ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസും ഉണ്ടാവാം. മൗത്തിനകത്തുള്ള നാച്ചുറൽ പ്രൊട്ടക്റ്റീവ് ലൈനിങ്ങിനെ ഇത് വീക്കൻ ആക്കുന്നു. അടുത്തതായിട്ട് TiO2 ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് ടൂത്ത് പേസ്റ്റിന് അതിൻ്റെ സിഗ്നേച്ചർ വൈറ്റ് കളർ കൊടുക്കാനായിട്ട് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇനോർഗാനിക് കെമിക്കൽ കോമ്പൗണ്ടാണ് ഇത്. നമ്മുടെ വായ്ക്കകത്തുള്ള മെംബ്രെയിൻസ് ഇതിനെ അബ്സോർബ് ചെയ്യുന്നു. ഈ ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് ഒരു നോൺ കാർസിനോജൻ ആണ്. കൂടാതെ ഇത് നോൺ റീപ്രൊഡക്റ്റീവ് ഓർഗൻ സിസ്റ്റം ടോക്സിസിറ്റിക്കും കാരണമാവാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.